ഇപ്പോൾ BJP നേതൃയോഗത്തിന് ശേഷം കെ സുരേന്ദ്രൻ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം വാർഡ് വിഭജനത്തിന് ഒരു 3000 വീടുള്ള ഒരു വാർഡിൽ 7000-ഉം 8000-ഉം ഞങ്ങൾ പല വാർഡുകളും പരിശോധിച്ചപ്പോൾ വീടുകൾ പെരുപ്പിച്ച് കാട്ടി. അവിടെയെല്ലാം വാർഡ് വിഭജനം കൃത്രിമമായി CPM-ന് അനുകൂലമാക്കി മാറ്റാനുള്ള നീക്കമാണ് നടക്കുന്നത്. അത് ജില്ലാ ഭരണകൂടങ്ങളുടെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും ഒക്കെ സഹായത്തോടു കൂടി വളരെ ആസൂത്രിതമായി ഇങ്ങനെ ഒരു നീക്കം നടക്കുകയാണ്. അതിനെതിരായിട്ടുള്ള രാഷ്ട്രീയവും നിയമപരവുമായിട്ടുള്ള നടപടികളിലേക്ക് കടക്കണം എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. UDF ഇക്കാര്യത്തിൽ പലയിടത്തും LDF-ഉമായി ചേർന്ന് ഒരു മൗനം പാലിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. VD സതീശൻ ഇക്കാര്യത്തെക്കുറിച്ച് ഇതുവരെ ഒന്നും പറഞ്ഞ് കേട്ടതായി കണ്ടില്ല. പല കോർപ്പറേഷനുകളിലും ഒരു സീക്രട്ട് അണ്ടർസ്റ്റാൻഡിംഗ്, ഒരു രഹസ്യധാരണ UDF-ഉം LDF-ഉം തമ്മിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് CPM-നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള ഭരണവിരുദ്ധ വികാരവും നഷ്ടപ്പെട്ട ജനപിന്തുണയും തദ്ദേശ തെരഞ്ഞെടുപ്പിനെ വെച്ച് തിരിച്ചുപിടിക്കാനുള്ള ഒരു നിയമവിരുദ്ധമായിട്ടുള്ള പ്രവൃത്തിയിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. അതിനെതിരായിട്ട് ഞങ്ങൾ ശക്തമായിട്ടുള്ള പ്രചാരണവും നിയമ നടപടികളുമായിട്ട് മുമ്പോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. മറ്റൊരു കാര്യം ഇന്ന് ചർച്ച ചെയ്തത് പാർട്ടി സംഘടനാ തെരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ച് ബൂത്ത് തലം മുതൽ ഉള്ള സംഘടനാ പുനഃക്രമീകരണത്തെ സംബന്ധിച്ചുള്ള കരട് ഇന്നത്തെ യോഗത്തിൽ അവതരിപ്പിച്ചു. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾ കാരണം നീട്ടിവെക്കേണ്ടി വന്ന മെമ്പർഷിപ്പ് പ്രവർത്തനം കൂടുതൽ ഊർജിതമാക്കാനും സജീവാംഗത്വ വിതരണം കൂടുതൽ കാര്യക്ഷമമാക്കാനും ഇന്നത്തെ യോഗം തീരുമാനിച്ചു. എല്ലാ ജില്ലകളിലും ഭരണാധികാരിമാരെ നിശ്ചയിച്ചു. സംഘടനാ തെരഞ്ഞെടുപ്പിൻ്റെ പുനഃസംഘടനയുടെ മേൽനോട്ടം വഹിക്കാൻ ദേശീയ തലത്തിൽ നിന്നും സംസ്ഥാന തലത്തിൽ നിന്നും എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഡിസംബർ മാസം അവസാനത്തോടുകൂടി മണ്ഡലം തലം വരെയുള്ള പുനഃസംഘടന പൂർത്തീകരിക്കണമെന്നാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായിട്ട് ജില്ലാ സംസ്ഥാന പുനഃസംഘടനകളും നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്.